ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണും പ്രമോയ്ക്കകത്തല്ലേ. നമ്മുടെ ആദർശനിട്ട് പടേന്നും പറഞ്ഞ് ദേവയാനി ഒരടി കൊടുത്തിരിക്കുകയാണ്. ഈ കേട്ടതൊക്കെ സത്യമാണോടാ? നീ തുറന്നു പറ, ഇതൊക്കെ സത്യമാണോ എന്ന്. ഏതായാലും നമ്മുടെ ദേവയാനിയും നയനിയും ഒക്കെ അറിഞ്ഞോ ഇനി ആദർശിന്റെ കുഞ്ഞാണെന്നാണ്, ആ ഒരു കുഞ്ഞ് ആദർശിൻ്റെതാണെന്നാണ് ആ കുഞ്ഞിന്റെ അമ്മ മരിച്ചു പോയില്ല കേട്ടോ, സോറി, അനഘ പറഞ്ഞത് എന്ന് അറിഞ്ഞോ എന്ന് നമുക്കൊരു ചെറിയ ഡൗട്ട് തോന്നും അല്ലേ. അപ്പൊ ഏതായാലും അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അപ്പം വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ജലജേനെയാണ്. ജലജ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ കനകേനെ ഒന്ന് കണ്ടു കേട്ടോ. കനകയാണെങ്കിൽ ഓഹോ, അമ്മായിയമ്മ വന്നല്ലോ, എങ്ങനെയുണ്ട് കൊച്ചുമോനെ കണ്ടിട്ട്? കൊച്ചുമോനെ അമ്മായിയമ്മേനെ വാർത്ത് വെച്ചിരിക്കുകയാണെന്നാ വരുന്നവരും പോകുന്നവരും ഒക്കെ പറയുന്നത്. ചി നിർത്തടി, ആരാടി പറഞ്ഞത് എന്നെ വാർത്തു വെച്ചിരിക്കുകയാണെന്ന്? ദേ ഇപ്പൊ നിന്റെ മോൾ അവിടെ കിടന്ന് ചലിക്കുന്നുണ്ടായിരുന്നു, എന്റെ അതേ ഷെയ്പ്പാണെന്ന്. ആ കൊച്ചിനെ കണ്ടിട്ട് എന്റെ ഷെയ്പ്പ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതെ, ജലജയ്ക്ക് ചിലപ്പോ അങ്ങനെ തോന്നണമെന്നില്ല. ജലജയുടെ മുഖം കണ്ണാടിയിലല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം മറ്റുള്ളവർ പറയുന്നതാണ് ജലജയെ വിശ്വസിക്കേണ്ടത്. ദേ ജലജയുടെ കൊച്ചുമോന് ജലജയെ പോലെ തന്നെയാ ഇരിക്കുന്നത്, അതിന് യാതൊരു മാറ്റവും ഇല്ല. എങ്കിലും ഇതുപോലെയൊക്കെ സാമ്യം ഉണ്ടാവുമോ? ഇനി ഞങ്ങൾക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഇനി ആ ഒരു സ്വഭാവവും കൂടി കിട്ടാതിരുന്നാ മതിയെന്ന്. ഇത് കേട്ടോണ്ട് നമ്മുടെ ജലജയ്ക്ക് ഇങ്ങനെ തരിച്ചു കയറുക. ജലജ പറഞ്ഞു, എന്റെ സ്വഭാവത്തിന് എന്താണ് ഇത്ര കുഴപ്പമിരിക്കുന്നത്? അയ്യോ, ജലജയുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പവും ഇല്ലല്ലോ അല്ലെ. അതുകൊണ്ടാണല്ലോ ഈ സമയത്ത് ഇപ്പൊ കയറി വന്നത്. സാധാരണ ഒരു പെൺകുട്ടീനെ, അതായത് ഇപ്പൊ ജലജയുടെ മകന്റെ ഭാര്യനെ കൊണ്ടുവരുമ്പോ, പ്രസവത്തിന് കൊണ്ടുവരുമ്പം ആ പ്രസവത്തിന് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെയേ എല്ലാ അമ്മായിയമ്മമാരും മരുമക്കളുടെ കൂടെ പോകും. ജലജയ്ക്ക് എന്തു പറ്റി? ജലജേനെ കണ്ടില്ലല്ലോ ഇങ്ങോട്ടൊന്നും. പിന്നെ വരാത്തത് കൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. എങ്കിലും അത് ന്യായമല്ലല്ലോ. ജലജയുടെ മകന്റെ കൊച്ചാണല്ലോ അകത്ത് കിടക്കുന്നത്. എന്റെ മോളെ വേദന എടുത്ത് പ്രസവിച്ചത് ജലജയുടെ മകന്റെ കൊച്ചല്ലേ? ഇത് കേട്ടോണ്ട് നമ്മുടെ ജലജയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട്, അതെന്താടി ജലജയുടെ മകന്റെ കൊച്ചല്ലേ എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്താ? നിന്റെ മോക്ക് സംശയമുണ്ടോ ഇനിയിപ്പൊ എന്റെ മകന്റെ അഭിയുടെ കൊച്ചല്ല എന്ന്? ദേ ജലജെ ഹോസ്പിറ്റലിലായി പോയി, ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ വേറെ വല്ലതും നിന്നെ പറഞ്ഞേനെ. അതുകൊണ്ട് നീ മിണ്ടാതെ വിട്ടുപോക്കോ. വന്നത് വന്നു, ഇനി മേലാലോ കൊച്ചിനെ കാണാനാണെന്ന് പറഞ്ഞ് വന്നില്ലേലും കുഴപ്പമില്ല. ഏതായാലും ഒരു 28 അനന്തപുരി തറവാട്ടിൽ വെച്ച് നടത്തണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ആ 28 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. ദയവ് ചെയ്ത് ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. പിന്നെ അഭിയുടെ മാറ്റമൊക്കെ അറിയാലോ. അഭി ഇപ്പം ഏകദേശം മാറി, അവന്റെ സ്വഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഈ അമ്മ വളം വെച്ചു കൊടുത്ത് അവനെ കുത്തി ഇളക്കരുത്. അവനെ നല്ല രീതിയിൽ ജീവിച്ചോട്ടെ. ആ കുട്ടി വന്നതോടുകൂടി തന്നെ അവന് കുറച്ച് ഐശ്വര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടേ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളും. ദേ എന്റെ പൊന്നു ജലജ, നീ ശല്യപ്പെടുത്താതിരുന്നാ മതി. എങ്കിൽ പിന്നെ പോട്ടെ പൊക്കോ. അല്ല ഇനിയിപ്പം വല്ല ഇതും തരണോ, ഒരു മഞ്ചൽ വല്ലതും തരണോ പോകാന് ഒക്കെ വേണ്ടി ഇന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജയ്ക്ക് ദേഷ്യം വന്നിട്ട് ജലജ പോവാണ്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദേവയാനിയുടെ കൂടെ ഇരിക്കുന്ന ചന്തുമോളാണ് കേട്ടോ. അപ്പൊ ചന്തുമോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ അമ്മ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും, എനിക്ക് അമ്മ കഥ പറഞ്ഞു തരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനിപ്പോ എന്താ, ഞാൻ കഥ പറഞ്ഞു തരാലോ. മോൾക്ക് ആരുടെ കഥയെ കേൾക്കേണ്ടത്? അത് ആന്റിക്ക് ഇഷ്ടമുള്ള കഥ എന്നോട് പറഞ്ഞു എന്ന് പറയും. ആന്റി എന്നല്ല കേട്ടോ ഇനി എന്നെ വിളിക്കേണ്ടത് അമ്മൂമ്മ നീ വിളിച്ചാൽ മതി. ഹേയ് അമ്മൂമ്മ വേണ്ട, ഞാൻ അച്ഛമ്മേന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ എന്തോ പോലെയൊക്കെ വരുന്നുണ്ടെങ്കിലും കൊച്ചു കുട്ടിയല്ലേ, സാരയില്ല പോട്ടെ, എന്നാ പിന്നെ മോള് അച്ഛമ്മയെന്നൊക്കെ വിളിച്ചോളാൻ പറയാം. എന്നിട്ട് ഹംസന്റെയും കൃഷ്ണന്റെയും കഥയൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ജലജ വരുന്നത്. ജലജ ഇത് കേട്ട് കഴിഞ്ഞിട്ടോ, പോയപ്പോ ഇവളെയും കൊണ്ട് ഇരുന്നതാണല്ലോ,
ഇതുവരെ എന്താ ഇവളെ മടിയിൽ നിറക്കാറായില്ല ദേവ്യ ഏടത്തിക്ക് എന്നിങ്ങനെ ചോദ്യം. അപ്പം പറഞ്ഞു, എന്താ ജലജ, ഞാൻ കുട്ടിയോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അയ്യോ, കഥ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്ത് തീർക്കല്ലേ. അങ്ങനെ തീർത്തു കഴിഞ്ഞാലേ ഇനിയിപ്പൊ ആദർശനൊരു കുട്ടി ജനിക്കുമ്പം അതിന് കഥ പറഞ്ഞു കൊടുക്കാൻ കാണുമോ? ആദർശനൊരു കുട്ടി ജനിക്കുമ്പോഴത്തേക്കും ഈ കഥ തന്നെ പറഞ്ഞു കൊടുത്തെന്നോർത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ. ആദർശന്റെ കുട്ടിയാണെങ്കിലും അഭിയുടെ കുട്ടിയാണെങ്കിലും ചന്തുമോളാണെങ്കിലും ഈ കുടുംബത്തിലെ കൊച്ചുമോള് തന്നെയാ. അതിനെ ഇതിനെ ഒന്നും വേർതിരിച്ച് മുത്തച്ഛൻ കാണരുതെന്നല്ലേ, അച്ഛൻ കാണരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ജലജ വീണ്ടും വീണ്ടും കുത്തി കുത്തി ഓരോന്ന് ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, ജലജ കൊച്ചുമോനെ പോയി കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊച്ചുമോൻ ജലജനെ പോലെ തന്നെയായിരിക്കുന്നതെന്നൊരു പറച്ചിലുണ്ട്, ശരിയാണോ? ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്നെ പോലെ ഇരിക്കുന്നതെന്ന്. ഓരോരുത്തർ പറഞ്ഞങ്ങോട്ട് ഫലിപ്പിക്കുമല്ലേ എന്നെ പോലെയാ ഇരിക്കുന്നതെന്ന്. അതിന് ആ കുട്ടി എന്നെ പോലെയൊന്നും അല്ല ഇരിക്കുന്നത്. ഇനി ആരും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയും വേണ്ട. അല്ലെങ്കിലും അതേതാണെന്ന് ആർക്കറിയാം, ആരെ പോലെയാണെന്ന് ആർക്കറിയാം എന്നും പറഞ്ഞു പുറപുറത്തിട്ട് അങ്ങ് കയറിപ്പോ. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ നയന കേട്ടു. നയന കേട്ടപ്പോഴത്തേക്കും അതെ അപ്പച്ചി ഒന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ജലജ അവിടെ നിന്നു. എന്താടി ഇനിയിപ്പം ബാക്കി നിന്റെ പ്രസംഗം കൂടെ ഞാൻ കേൾക്കണോ? എന്റെ പ്രസംഗം കൂടെ കേട്ടിട്ട് അങ്ങ് പോയാൽ മതി. അല്ല, ഇപ്പൊ അപ്പച്ചി പറഞ്ഞല്ലോ ആ കുട്ടി ആരെ പോലെ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാന്ന്. അതെ, ആ കുട്ടി വേറെ ആരെ പോലും അല്ല ഇരിക്കുന്നത്. ഈ പറയുന്നവരെല്ലാം അപ്പച്ചനെ പോലെ തന്നെ ഇരിക്കുന്നതെന്നാ പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയാ അരോചകരമാണ്. കാരണം ഈ സ്വഭാവം കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കുട്ടിയുടെ ജീവിതം പോയെന്ന് കൂട്ടിക്കേണ്ടാ മതി, ഇതേ സ്വഭാവം ആണെങ്കിൽ. പിന്നെ എൻ്റെ ചേച്ചി അഭിയുടെ കൂടെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, വേറെ ആരുടെയും കൂടെ ജീവിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു കുടുംബത്തിൽ പെട്ടതൊന്നും അല്ല എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചി ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ അന്തസ്സായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ സംശയങ്ങളൊന്നും ഇവിടെ വേണ്ടാട്ടോ. പിന്നെ ചന്തുമോളുടെ കാര്യം അത് ഞാൻ പറയാം. ചന്തുമോൾ ഇവിടുത്തെ കൊച്ചുമകളായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. പ്രത്യേകിച്ചും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോ കാണടി, നീ കൊച്ചുമോളായിട്ടോ മകളായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും കണ്ടോ, പക്ഷേ എനിക്ക് ഇപ്പൊ ഓൾറെഡി ഒരെണ്ണം അവിടെ വന്ന് നിൽക്കുക, അതിൻ്റെ കൂടെ ഇതിനെയും കൂടെ താങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോവാ. എന്നിട്ട് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, ശോ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ അപ്പച്ചി പറയുന്നത്? ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളുവോ? എനിക്കാണെങ്കിൽ ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് പാവം തോന്നുക. എന്ത് ചെയ്യാനാ മോളെ, വകതിരിവില്ല തീരെ. വകതിരിവില്ലാത്തവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. അവൾ എന്തെങ്കിലും പറയും, എന്തെങ്കിലും കാണിക്കോ, എന്തെങ്കിലും ചെയ്യുവോ ചെയ്യട്ടെ. അവൾ വന്ന വഴി അവൾ മറന്നുപോയി. അവൾ ഇതേ രീതിയിൽ തന്നെ ഈ തറവാട്ടിലൊരു ദത്തുപുത്രിയായിട്ടാണല്ലോ വന്നത്. അതവള് മറന്നുപോയി. മറന്നുപോയതിനുള്ള ശിക്ഷ അവക്ക് കിട്ടും. കർമ്മം, ആ കർമ്മം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും മോളെ. നമ്മൾ നല്ലത് ചെയ്താൽ അത് നല്ല രീതിയിൽ നമ്മുടെ കർമ്മമായിട്ട് വരും. നമ്മൾ ആർക്ക് ദോഷം ചെയ്യുന്നോ അത് തിരിച്ച് നമുക്ക് തന്നെ വരും. അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ മുത്തച്ഛൻ പറഞ്ഞല്ലോ, നിന്റെ മുത്തച്ഛൻ പറഞ്ഞത് കേട്ടതല്ലേ നീ? പ്രത്യേകിച്ച് ഇന്നും കൂടെ എന്നോട് പറഞ്ഞതാ, ചന്തുമോളെ കൊച്ചുമോളായിട്ട് തന്നെ കാണണമെന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ കാണുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിലും ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഈ കുട്ടി എന്നല്ല, ഒരു കുട്ടികളുടെ മുഖത്ത് നോക്കി നമ്മൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരല്ലേ, അവർക്ക് കള്ളവോ കൗശലവോ വല്ലതും ഉണ്ടോ? ഈ കുട്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നു, ഇതിനെ എന്തറിയാം, നമ്മൾ ഇതിനെ ആ ഒരു രീതിയിലല്ലേ കാണേണ്ടത് എന്നൊക്കെ പറയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ സംഭവം, അതായത് നമ്മുടെ ആദർശനായിട്ട് തീർത്തൊരടി കൊടുക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലല്ല, മൂർത്തീസ് ജ്വല്ലറിയിൽ കുറച്ച് മോഷണമൊക്കെ നടന്നല്ലോ. അപ്പൊ നമ്മുടെ അഭിക്ക് അത് ചെറിയൊരു തിരിച്ചടിയായിട്ട് വരുന്ന പോലെ ഉണ്ട് കേട്ടോ. കാരണം പോലീസ് കേസൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഈ സത്യം പുറത്തേതായാലും വരുമല്ലോ. കള്ളം ഒളിപ്പിച്ച് വെക്കുന്നത് അത് ഒരു പരിധി ഉണ്ടല്ലോ. ഒരു ദിവസം മറ നീക്കി പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ആ ഒരു പുറത്തു വരൽ ഉടനെ തന്നെ കാണും. അപ്പൊ നമ്മുടെ അഭി വല്ലാത്തൊരു പ്രശ്നത്തിലാണ്. ഇനിയിപ്പം ബ്രാഞ്ച് കിട്ടിയാലും അത് കയ്യിൽ നിന്ന് നഷ്ടമാവോ? ഇനിയിപ്പം ബ്രാഞ്ച് കിട്ടുന്നതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു വിവരം അറിയുന്നത് എങ്കിൽ ഈ കള്ളക്കടത്തൊക്കെ നമ്മുടെ അഭിയാണ് നടത്തിയതെന്ന് അറിയുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ അഭിനെ വീണ്ടും പുറത്താക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ സംശയം നമ്മുടെ അഭിക്കുണ്ട്. അപ്പം അഭി ഇങ്ങനെ രണ്ടും കെട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഓർത്ത്. അപ്പൊ ഇതിനിടയ്ക്കാണ് കേട്ടോ നമ്മുടെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും ആദർശും തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ. കേട്ടതൊക്കെ സത്യമാണോടാ നീ പറയുന്നത്? അല്ല, ഞങ്ങൾ കേൾക്കുന്നതൊക്കെ സത്യമാണോടാ? പറയടാന്നും പറഞ്ഞു കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നത്. ഇനിയിപ്പോ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ നമുക്ക് നാളെ രാവിലെ കേൾക്കാമല്ലോ. അപ്പൊ നാളെ രാവിലെ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് വരും. അപ്പൊ അത് സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കേൾക്കാം എന്താണ് ബാക്കി കഥ എന്നൊക്കെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, നാളെ രാവിലെ കാണാട്ടോ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.